നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രി പോർട്ട് വകുപ്പ് കൂടി ഏറ്റെടുക്കുന്നു. തുടർന്ന് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദാനി എന്ന് പറയുന്ന ആഗോള ഭീമൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ, അതായത് അദാനി പോർട്ട് തന്നെയാണ്, കാര്യം ശരിയാണ്, ആ അദാനി പോർട്ടിൻ്റെ 49% വരുന്ന ഓഹരികൾ MSC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നു. തുടർന്ന് നടക്കുന്ന കച്ചവടങ്ങൾ, അതിനുശേഷം കേരളത്തിൻ്റെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറമുഖങ്ങളുടെ പുതിയൊരു പദ്ധതിക്ക് കൂടി അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. നമ്മളതെല്ലാവരും കേട്ട് വിശ്വസിക്കുകയും ഏറാൻ മുളുകയും ചെയ്യുന്നു. ഈ സാഹചര്യം ഒന്ന് പരിഗണിച്ച് നോക്കിക്കോളൂ. ഇപ്പം നിലവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? സർക്കാരിൻ്റെ അനുമതിയോ സർക്കാരിന് വേണ്ടത്ര വിവരമോ ഇല്ലാതെ അദാനി എന്ന് പറയുന്ന കമ്പനി, അതിലെ അദാനി എന്ന് പറയുന്ന ഭീകരൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഭീമൻ ഈ പറയുന്ന 49% ഓഹരികൾ വിറ്റിരിക്കുന്നു. ഇതേ അദാനിയെ സംബന്ധിച്ചിടത്തോളം അദാനിക്ക് വിഴിഞ്ഞം ഭാഗത്ത് ഏകദേശം 350 ഏക്കറോളം വരുന്ന 335 ഏക്കർ, കൃത്യമായി പറഞ്ഞാൽ അത്രയും ഭൂമി പാട്ടത്തിന് നൽകുന്നു. ഏകദേശം 60 വർഷക്കാലത്തേക്കാണ് പാട്ടം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ലോണ് വെച്ച് അല്ലെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കാനുള്ള പ്രൊവിഷൻ കൂടി അനുവദിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തുറമുഖ നിർമ്മാണത്തിനായി വിട്ടു നൽകിയിരിക്കുന്ന ഭൂമി കൂടാതെയാണ് ഇത്രയും ഭൂമി അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്നത്, അതായത് അദാനി പത്രക്കുറിപ്പിലൂടെ മാത്രം പുറം ലോകത്തെ അറിയിച്ച ഈ ഒരു സംഭവം, ഈ ഒരു കച്ചവടം നടത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സർക്കാരിന് എന്താണ് നേട്ടം, അല്ലെങ്കിൽ സർക്കാരിന് ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. സർക്കാരിന് തീർച്ചയായും ദോഷം ചെയ്യും. കാരണം 2035 മാത്രമേ ഇതിൽ നിന്ന് 1% എന്ന് പറയുന്ന ലാഭവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കൂ എന്നുള്ളതാണ്. ഏകദേശം അങ്ങനെ ലഭിക്കുന്നത് 40 വർഷമാകുമ്പോൾ 40% എന്നുള്ള നിലയിലേക്ക് അത് ഉയരുകയും ചെയ്യും. അപ്പോൾ ഇത് നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ച എഗ്രിമെൻറ്റിൽ ഈ അടുത്ത കാലത്തൊന്നും 50 വർഷത്തേക്ക് നമുക്കൊന്നും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഓർക്കണം. അപ്പോൾ അങ്ങനെ അത്രയും വരുന്ന ഒരു ലാഭവിഹിതം ഇനി ഇവിടെ വരുന്ന രീതിയിൽ എങ്ങനെയാണ്, ഏതൊക്കെ കപ്പലുകൾ ഇവിടെ അടുക്കണം? കാരണം ഈ പറയുന്ന MSC പോലെയുള്ള കമ്പനിക്ക്, ആ കമ്പനിയെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഏകദേശം ലോകത്താകമാനം 1000-ഓളം വരുന്ന, ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 995 അധികം വരുന്ന കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടുതലും കണ്ടെയ്നറാണ്. ഏകദേശം 150 രാജ്യങ്ങളിൽ ഈ പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതായി കപ്പലുകളുണ്ട് എന്നുള്ളതാണ് ഈ സർവീസുകൾ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കമ്പനിയുടെ 49%, അദാനി പോർട്ടിൻ്റെ 49% സ്വന്തമാക്കുന്നതോടുകൂടി ഓണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുതലാളിത്ത ഭാവത്തിലേക്ക് ഈ കമ്പനി വരുന്നു. അപ്പോൾ അവരറിയാതെ ഈ കേരളത്തിലേക്ക് ഒരു ചരക്ക് നീക്കം നടക്കില്ല എന്നത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്ന സംഭവം. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ PPP എന്ന് പറയുന്ന ഒരു മോഡലിലാണ് നടപ്പിലാക്കിയ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായി ഏറെക്കുറെ 5595 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏകദേശം 61%, മൊത്തം കണക്കിൻ്റെ 61% ഈ പറയുന്ന 5595. ബാക്കി വരുന്ന 245 കോടി രൂപ മാത്രമാണ് അദാനി ഗ്രൂപ്പിൻ്റെതായി ഈ തുറമുഖ നിർമ്മാണത്തിനായി ഉള്ളത്. പിന്നെ ഇതിൽ ഇത്രയും കോടിക്കണക്കിന് ഏകദേശം 5000-ലധികം കോടി രൂപ, അല്ലെങ്കിൽ 5500-ലധികം 5600-ഓളം കോടി രൂപ മുടക്കിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഓഹരികളില്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാത്രമാണ് ഇപ്പം നിലവിലുള്ളത് എന്നും ഓർക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് നൽകുന്നതോടുകൂടി അദാനി എന്ന് പറയുന്ന അദാനിയുടെയും MSCയുടെയും കയ്യിലേക്ക് ഈ പറയുന്ന തുറമുഖം പൂർണ്ണമായി എത്തിപ്പെടുകയും ചെയ്യും. എന്നാൽ കൃത്യമായി കരാറിൽ വ്യവസ്ഥയുള്ള കാര്യം, സർക്കാർ അറിയാതെ മൂന്നാമതൊരു പാർട്ടിക്ക് ഇത് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് 2, 3, 4 ഘട്ടങ്ങൾ, അതായത് ആദ്യ ഘട്ടത്തിൻ്റെ ഇത് വരുന്നതനുസരിച്ചിട്ട് ഒരു തരത്തിൽ പോലും സർക്കാരിൻ്റെ ഇത് വിൽക്കാൻ പാടില്ല എന്നുണ്ട്. അതോടൊപ്പം ഇനി അഥവാ മൂന്നാം പാർട്ടിക്ക് വിൽക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം എന്നും ഈ പറയുന്ന വ്യവസ്ഥയുണ്ട്.
എന്നിട്ട് അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ദാ വെറുതെ ജനങ്ങളുടെ കണ്ണടപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് അദാനി ചെയ്യുന്ന എന്താ, സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഇതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞത് എങ്ങനെയാണ്? അദാനി നടത്തിയ പത്രക്കുറിപ്പിലൂടെ മാത്രമാണ് ഈ വിവരം അറിഞ്ഞത്. അതായത് ഈ തുറമുഖത്തിൻ്റെ 49% ഷെയർ വല്ലവനും കൊണ്ടുപോയി എന്നുള്ള കാര്യം അറിയുന്നത്. ഇതെങ്ങനെയാണ്? അപ്പോഴാണ് നമ്മൾ പലതും പിന്നോട്ട് ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് കടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ഈ തുറമുഖ വികസനം തന്നെയായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ വിവിധ തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രോജക്റ്റ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വി.ഡി. സതീശൻ്റെ ഉള്ളിൽ അതുണ്ട്. അതെങ്ങനെ സാധ്യമാകുമെന്നതിനെക്കുറിച്ച് നമ്മളാരും ദൈവത്തെ ഓർത്ത് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, എങ്ങനെ ഇത് സാധ്യമാക്കാൻ പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഖനനം നടത്താൻ തീരുമാനമെടുക്കുന്നത്, കരിമണൽ ഖനനം, അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളെക്കുറിച്ചും ഒക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും കടൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ വിശാലമായ നമ്മുടെ കടൽ തീരം മൊത്തത്തിലിപ്പോൾ അടങ്കൽ പണയം വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വിറ്റ് തുലയ്ക്കാനുള്ള നീക്കമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സുവ്യക്തമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നേരത്തെ മുതൽ തന്നെ വി.ഡി. സതീശൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ ആഭ്യന്തര വകുപ്പ് തനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അതായത് ആഭ്യന്തര വകുപ്പ് പൊയ്ക്കോട്ടെ, ആഭ്യന്തര വകുപ്പിലൊന്നും ഒരു കാര്യവുമില്ല, അപ്പോൾ ആഭ്യന്തര വകുപ്പ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, എനിക്ക് കിട്ടേണ്ടത് ആ തുറമുഖ വകുപ്പ് തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി വി.ഡി. സതീശൻ ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് തന്നെ ചിന്തിച്ചുറപ്പിച്ചിരുന്നു. അതിനു വേണ്ട കരുനീക്കങ്ങളും അക്കാലത്ത് തന്നെ തുടങ്ങിയിരുന്നതായി നമുക്ക് കാണാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നതാണ്. ഒരു പക്ഷേ അന്നുണ്ടായിരുന്ന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇതൊന്നും പക്ഷെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനായി അദ്ദേഹം എന്താ ചെയ്തത്? കേരളത്തിലുടനീളം എങ്ങനെയും ഭരണം പിടിക്കുക എന്ന് പറയുന്ന ഗാഠമായ ഒരു ലക്ഷ്യത്തിലേക്ക് വി.ഡി. സതീശൻ നീങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് നീങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു പിന്തുണ ഉണ്ടാവണം. ആ പിന്തുണ ഒരു പക്ഷേ രഹസ്യമായി കൂടിക്കാഴ്ചകളിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് മെയ് മാസം 1-ാം തീയതി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഏകദേശം 10-20 ലക്ഷത്തോളം രൂപ മുടക്കിക്കൊണ്ട് കേരളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പോയത്. മംഗലാപുരം വരെയുള്ള ഒരുപക്ഷെ വി.ഡി. സതീശൻ്റെ യാത്രയ്ക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന, അദ്ദേഹത്തിന് സ്വന്തമായി കാറുണ്ട്, ഔദ്യോഗിക വാഹനമുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ട്രെയിനും ആശ്രയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ വേറൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് പോകാനുള്ള സാധ്യത കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന അദ്ദേഹത്തിന് റോഡ് മാർഗവും റെയിൽ മാർഗവും വ്യോമമാർഗവും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയാതെ അദ്ദേഹം വ്യോമമാർഗത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. അതും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് സംശയിക്കത്തക്കതായി ഒന്നുമില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ കരുതാൻ കഴിയില്ല. അപ്പോൾ അതിലെവിടെയോ സംശയിക്കാൻ പറ്റിയ, സംശയത്തിൻ്റെ വിത്തുകൾ പാകാനിടയുള്ള എന്തൊക്കെയോ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വന്ന ആദ്യ ബജറ്റിൽ തന്നെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പലതും കടപ്പുറം മുഴുവൻ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലയ്ക്കുന്ന ഒരു പുതിയ സംവിധാനമായി നമ്മൾ ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എന്താണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാകാം ഈ രീതിയിൽ അദാനി ഗ്രൂപ്പ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നടത്തിയതിനു ശേഷം അദാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന വിശദീകരണം സെബി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രഹസ്യമായി നീക്കം നടത്തിയത്. സെബി അറിഞ്ഞാൽ അവരുടെ ഇന്റേണൽ മാർക്കറ്റിംഗിലേക്ക് പോവുകയും അത് വലിയ വിഷയമായി തീരുകയും ചെയ്യും. ഈ ട്രേഡിങ്ങിൽ വേറെ എന്തൊക്കെയോ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് അറിയാതിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ല അത് ഇങ്ങനെ പുതിയതായി ഒരു അപേക്ഷ ഇവിടേക്ക് വന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ അദാനി ഗ്രൂപ്പും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ഒരു രഹസ്യ ഇടപാടിൻ്റെ പരിണിത ഫലമായിരിക്കാം ഈ രീതിയിൽ, പുതിയ രീതിയിൽ ഞങ്ങൾ അത് വിറ്റോട്ടെ, ഞങ്ങൾ ഈ 49% ഓഹരികൾ വിറ്റോട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരു ചോദ്യം, ഒരു അപേക്ഷ എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് പഠിച്ചിട്ടായാലും പഠിച്ചിട്ടില്ലെങ്കിലും ശരി, ഓൾറെഡി 49% ഓഹരികൾ അവർക്ക് വിറ്റുപോയി. ഏകദേശം 13,270 കോടി രൂപ, അതായത് കണക്കാക്കുകയാണെങ്കിൽ 1.5
ബില്യൺ ഡോളറിൻ്റെ ഓഹരികളാണ് ഇപ്പോൾ വിറ്റ് പോയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ തുറമുഖത്തിൻ്റെ ആകെ മൂല്യം എന്ന് പറഞ്ഞാൽ 27,000 കോടി രൂപ ആണ് ഇന്ത്യൻ മണി. അതേസമയം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 2.85 ബില്യൺ ഡോളറാണ് ഇതിൻ്റെ ആകെ മൂല്യം. അതിൽ നിന്നാണ് 1.597 ബില്യൺ ഡോളർ ഇപ്പോൾ അതിൻ്റെ ഓഹരികൾ ഇപ്പം വിറ്റു തുലച്ചിരിക്കുന്നത്. അപ്പം ഇവരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക്, അതായത് MSC പോലെയുള്ള ഒരു കമ്പനി, ഇതിൻ്റെ ഒരു ആഗോള ഭീമൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു കമ്പനി ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി അവർ പറയുന്നതനുസരിച്ച് മാത്രമായിരിക്കും കേരളത്തിലെ ചരക്ക് നീക്കം നടന്നു വരിക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ അറിയാതെ ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കാം ഈ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടാവുക. അപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. തൽക്കാലം എന്തായാലും അപേക്ഷ വരട്ടെ. തീരുമാനം എന്താണെങ്കിലും ഈ തുറമുഖ തുറമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഏകദേശം 51% ഓഹരികൾ കയ്യിൽ വെച്ചിരിക്കുന്ന, പകുതിയിലധികം ഓഹരികൾ കയ്യിൽ വെച്ചിരിക്കുന്ന അദാനിക്ക് തന്നെയാണ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ഇപ്പോഴുമുള്ളത്. അപ്പോൾ അതിൽ സർക്കാർ പെർമിറ്റ് ചെയ്തിരുന്നാലും ചെയ്തില്ലെങ്കിലും ശരി, ഇത് ഓൾറെഡി നടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ തൽക്കാലം നമുക്ക് വിട്ടുകളയാനേ നിവൃത്തിയുള്ളൂ. ഈ അപേക്ഷ കൊടുത്തതും പിന്നീട് ഞങ്ങൾ പരിഗണിക്കും എന്നൊക്കെ പറയുന്നത് വെറും വാചക കസർത്ത് മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.